ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു സ്റ്റെയറിൻ്റെ കൈവരി ചെയ്യുക. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. അപ്പം സ്റ്റെയറിൻ്റെ രണ്ട് സൈഡിലോട്ടുള്ള കൈവരി, അപ്പം മേളിലൊരു നില പണിഞ്ഞിട്ട് അതും നേരത്തെ നമ്മൾ ബി ബോർഡ് വെച്ച് അടിച്ച് ഒരു വർക്ക് ചെയ്തായിരുന്നു. അപ്പം അങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് നമ്മൾ അടിച്ചിരുന്നു അവിടെ. അപ്പോൾ ആ സ്റ്റെപ്പെന്ന് പറയുമ്പോഴത്തേന് 2 കൊന്നരയുടെ ട്യൂബിട്ടാണ് നമ്മൾ അന്ന് ചെയ്തത്. ഇപ്പം നമുക്ക് മറ്റേ മേളിലൊക്കെ വി ബോർഡ് അടിച്ചതിൻ്റെ ബാലൻസ് കിടന്ന പൈപ്പൊക്കെ എടുത്തിട്ട് ഇട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. 1.5 മുക്കാലിൻ്റെ ട്യൂബാണ് ഇപ്പോൾ നമ്മളിട്ട് ചെയ്യുന്നത്. 1.5 മുക്കാലിൻ്റെ ട്യൂബും മുക്കാലിൻ്റെ ട്യൂബും കുറച്ച് കിടപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കണ്ടിട്ട് ചെറിയ രീതിയിൽ നമ്മളൊരു ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം വലിയ ട്യൂബുകളൊന്നും കേജുള്ള വലിയ കനമുള്ള ട്യൂബുകളൊന്നും കിടപ്പുമില്ല. അപ്പം ഉള്ളത് വലുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. അപ്പം പിന്നെ ഇതിനങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ റാഡിൻ്റെ മരുന്ന് കളഞ്ഞ് ചുറ്റലിന് മരുന്ന് കളഞ്ഞെടുക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാപ്പ് കൂടുതലുള്ള ഭാഗത്തൊക്കെ നമ്മൾ ആ റാഡിൻ്റെ കമ്പിയുടെ പീസുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കനത്തെ 2 റാഡിൻ്റെ കനത്തിലൊക്കെ നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ അതിൻ്റെ മരുന്ന് കളഞ്ഞിട്ട് നമ്മൾ അത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വലിയ ഗ്യാപ്പുകളൊക്കെ വരുമ്പോഴത്തേന് അപ്പം അവിടെ നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്യുമ്പോഴതൊക്കെ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുമ്പോൾ ഇച്ചിരി ഗ്യാപ്പൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും വരും. ആ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ഗ്യാപ്പ് നമുക്ക് വേണം, ഒരു റാഡിൻ്റെ ഗ്യാപ്പ് നമുക്ക് വേണം. കാരണം ആ ഒരു ഗ്യാപ്പിൻ്റെ ഉണ്ടെങ്കിൽ നമുക്ക് വെൽഡിങ് കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വരുമ്പോഴത്തേന് നമുക്ക് ഇതേപോലെ ഇത് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് നമുക്ക് പെട്ടെന്ന് ഫില്ലാക്കാൻ പറ്റും. എന്നിട്ട് നല്ലതെല്ലാം അടിച്ചു വിട്ടാൽ മതി. അടിച്ചു വിടാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പിടിച്ചിരിക്കും. അപ്പം അങ്ങനെ ഒരു ട്രിക്ക് പരിപാടിയാണിത്. കാരണം സാറിന് ഇതങ്ങനെ ആരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൂട്ടത്തിൽ നമ്മുടെ അച്ഛന്മാരൊക്കെ പറഞ്ഞ് അങ്ങനെ പഠിച്ചതാണ്. പിന്നെ അല്ലാതെ ഇരുമ്പിൻ്റെ പീസൊക്കെ വെച്ചിട്ട് അടിച്ച് നമ്മൾ വെൽഡ് ചെയ്യും. പക്ഷേ ഈ റാഡിൻ്റെ ഇതാകുമ്പോൾ ഒന്നുകൂടെ കറക്റ്റായിരിക്കും. ആ റാഡ് കറക്റ്റായിട്ട് ഉരുകി പിടിച്ച് പക്കയായിട്ടിരിക്കും. ഇതിപ്പം നമ്മൾ കൂടുതൽ വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും നോക്കുന്നില്ല. കാരണം അങ്ങനെ നോക്കിയുള്ള ഒരു വർക്കല്ല. കാരണം നമുക്കിവിടെ അധികം വരുന്ന പീസ് പറക്കി വെച്ച് ചെയ്യുന്നൊരു വർക്കാണ്. കാരണം ഈ വി ബോർഡൊക്കെ ചെയ്തതിൻ്റെ ബാലൻസ് കുറച്ച് തുണ്ട് ട്യൂബും കാര്യങ്ങളൊക്കെ അവിടെ കിടന്നു. അപ്പോൾ അതെല്ലാം പറക്കി വെച്ചുള്ള പണിയാണിത്. അപ്പം സ്റ്റെപ്പ് നമ്മൾ ചെയ്തേക്കുന്ന ഒരു 3 തട്ടായിട്ടാണ്. കാരണം താഴെ നിന്ന് കയറി വരുന്നൊരു 11 അടി നീളത്തിൽ ഒരു കുറച്ച് ഭാഗം വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ലാൻഡിങ് പോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ലാൻഡിങ് കഴിഞ്ഞിട്ട് അവിടുന്ന് നേരെ വലത്തോട്ട് ഒരു 4 സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് വരുന്നൊരു ഷെയ്ഡിൻ്റെ മണ്ടയ്ക്കോട്ടാണ്. വീടിൻ്റെ ഒരു ഷെയ്ഡുണ്ട്, താരത്തലയുടെ ഷെയ്ഡിൻ്റെ മണ്ടയ്ക്കോട്ടാണ്. ആ ഷെയ്ഡിൻ്റെ മണ്ടയ്ക്ക് വന്ന് ചരിച്ച് മേളിലോട്ട് ടോപ്പയിലോട്ട് അതൊരു 5 സ്റ്റെപ്പ് വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ 3 ഘട്ടമായിട്ട് ചെയ്തേക്കുന്നത്. അപ്പം ഈ മേളത്തെ ഭാഗത്ത് നല്ല ബലമായിരിക്കും. കാരണം ഈ എല്ലാം കൂടെ ഈ എൽ ഷേപ്പിലൊക്കെ തിരിയുന്നുണ്ട്, ഈ കൂലിങ്ങനെ തിരിയുന്നുണ്ട്, അവിടെ നല്ല ബലമായിരിക്കും. പക്ഷേ താപ്പോട്ടിട്ട് ഇച്ചിരി ബലത്തിനൊരു കുറവ് വരും. അപ്പോൾ ഇടയ്ക്ക് 2-3 പീസൊക്കെ അടിച്ചു കൊടുത്ത് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്യുക. അപ്പോൾ വലിയ പീസും അല്ലല്ലോ. ഇതിപ്പോൾ നമ്മൾ 1.5 മുക്കാലായി ട്യൂബ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചെറുതായി കിടക്കുന്നതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചെറുത് മുക്കാലാണ് കിടക്കുന്നത്, ബാലൻസ് കിടക്കുന്നത്. അപ്പോൾ ആ മുക്കാലൂടെ വെച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇടയ്ക്ക് 2 ക്രോസ് അടിക്കുമ്പോഴത്തേന് ബലക്കുമായിരിക്കും. ഈ വീടിനാണെങ്കിൽ വലുതായിട്ട് മിറ്റമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട് പണിഞ്ഞത് നമ്മൾ തന്നെയാണ്. തറ മുതൽ തന്നെ നമ്മളാണ് പണിഞ്ഞത്. മൊത്തം കൊട്ടേഷൻ വർക്കായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇവിടെ കഷ്ടിച്ചൊരു ഒരു റൂമും ഒരു ചെറിയൊരു ഹാളും അതിനകത്തൊരു ബാത്റൂമും ഒരു ചെറിയൊരു കിച്ചൺ, പിന്നെ സൈഡിലൊരു ചെറിയൊരു വർക്ക് ഏരിയ, ഇത്രയും സാധനമുള്ളൂ. എല്ലാം ചെറുതാണ്. റൂമും ഹാളും ഒഴിച്ച് ബാക്കിയെല്ലാം ചെറുതാണ്. അപ്പോൾ അതിന് മുകളിലായി ഇത് പണിഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു നീളത്തില്ല, അപ്പോൾ അവർക്ക് ഒട്ടും സ്ഥലമില്ല. അപ്പം മുറ്റമെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരിയേ ഉള്ളൂ, ഒരു 2-3 അടിക്കകത്തുള്ള സ്പേസേ ഉള്ളൂ മുറ്റമൊക്കെ. അപ്പോൾ അതിനകത്ത് ഇവർക്കൊക്കെ ഫ്രണ്ടിൽ കൂടെ തന്നെ ബാക്കിൽ കിടന്നൊന്നും ഒട്ടും സ്ഥലമില്ല. അപ്പോൾ കറണ്ടൊക്കെ പോകുന്നതായിട്ട് തൊട്ടടുത്തൂടെയൊക്കെയാണ്. അപ്പോൾ ഒരു ഇതുമില്ല. അപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന തന്നെ വെള്ളം എടുത്തൊഴിച്ചാൽ തന്നെ അത് വീഴുന്നത് റോഡിലോട്ടാണ്. അത്രയ്ക്ക് സ്ഥല സൗകര്യം കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് മേളിൽ ഒരു റൂം എടുക്കുക എന്നുള്ളത്. കാരണം അവർക്ക് എല്ലാവരും കൂടെ കിടക്കാൻ സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് റൂം മേളിൽ എടുക്കാമെന്നും പറഞ്ഞ് അങ്ങനെ
അപ്പം വലിയ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യണമെന്നുള്ള രീതിയിലാണ് ഞാൻ വി ബോർഡ് നമ്മൾ ചെയ്തത്. അതാകുമ്പോഴത്തേന് തേപ്പുമൊക്കെ ലാഭിക്കാമല്ലോ. പിന്നെ ഇത്ര ഹൈറ്റിലായതുകൊണ്ട് വേറെ എങ്ങോട്ടും മേലോട്ടൊന്നും കയറാനും എടുക്കാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ സേഫാണ്, വലിയ കുഴപ്പമില്ല. താഴെ ഇതിനൊക്കെ ഒരു ഗ്രില്ലൊക്കെ ഇട്ട് കഴിയുമ്പോൾ സെറ്റപ്പാവും. അപ്പോൾ പിന്നെ മേളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒന്ന് കിടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലയെന്ന് പറഞ്ഞിട്ട് വി ബോർഡ് ചെയ്തത്. മേളിലാണെങ്കിൽ ഒരു റൂമേ എടുത്തിട്ടുള്ളൂ ഞങ്ങൾ. കാരണം ഒരു റൂം ഒരു ബാത്റൂം പിന്നെ നമ്മൾ 4-5 കട്ടയ്ക്ക് കെട്ടിയിട്ട് അങ്ങനെ ബാത്റൂം ചെയ്തേക്കുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസുള്ള കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അത് പിന്നെ അതിൻ്റെ മണ്ട തേച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ട് നല്ലോണം ഗ്രൗട്ടൊക്കെ വെച്ച് പ്ലാസ്റ്റർ ചെയ്തിട്ട് പാരപ്പറ്റും കെട്ടി അങ്ങനെ സെറ്റാക്കി. നമ്മളിങ്ങനെ എൽ ഷേപ്പിലാണെങ്കിൽ തപ്പൂട്ടൊരു യു ഷേപ്പിലാണ് നമ്മൾ സ്റ്റെയർ ചെയ്തേക്കുന്നത്. അതിൻ്റെ നമ്മൾ താഴെ നിന്ന് രണ്ടാമത്തെ ലാൻഡിങ് വെച്ച് നമ്മൾ ആ ഷേഡെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പിന്നെ അതിൽ നിന്ന് മേളിലോട്ട്. അപ്പം ഇവിടെ ഒരു എൽ ഷേപ്പിലൊരു ഒടിവുണ്ടായിരുന്നു വീടിൻ്റെ. അപ്പം ഒരു 2.5 അടിക്കത്തൊരു ഒടിവുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആ സ്റ്റെപ്പായിട്ട് അങ്ങ് ഉപയോഗിച്ചാൽ അത്രയും ഭാഗം. അപ്പോൾ അതാകുമ്പോഴത്തേന് ഇങ്ങനെ ഇങ്ങനെ തിരിഞ്ഞ് കയറി വരുമ്പോഴത്തേന് യു ഷേപ്പിൽ കയറി വരുമ്പോഴത്തേന് അത്രയും ഭാഗം നമുക്ക് ഉപയോഗിക്കുക എന്നുള്ള ഇതിൽ അങ്ങനെ ആക്കി. കാരണം അല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല സ്റ്റെപ്പ് അടിക്കാൻ. കാരണം സ്ഥലമില്ലാത്തതുകൊണ്ട് വേറെ മാർഗ്ഗമില്ല. എന്തായാലും നമ്മൾ മേളിലൊക്കെ കുറച്ച് ഇവിടുത്തേക്ക് പരിപാടി 2 ലാൻഡിങ്ങിൻ്റെ അവിടുത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇടയ്ക്ക് 2 ട്യൂബ് അടിക്കുന്നുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. 2 ട്യൂബ് പ്രത്യേകിച്ച് നമുക്കൊരു തടസ്സം വേണം, ആ ഉള്ളിലോട്ടൊരു ഇത് വരരുത്, ഒരു ഭയം തോന്നിക്കരുത് മുന്നോട്ട് കയറുമ്പോൾ. അപ്പോൾ അതിനുവേണ്ടി 2 ട്യൂബ് അടിക്കണം. അപ്പോൾ അങ്ങനെ മേളത്തെ ട്യൂബൊക്കെ ഞങ്ങൾ അടിച്ചു. അപ്പോൾ ഇനി 2 സൈഡ് താപ്പോട്ട് ഒരു 10-11 അടി നീളത്തിലുള്ള അടിക്കാനുണ്ട്. അപ്പോൾ അത് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അന്ന് പറയുമ്പോഴത്തേക്ക് ഈ 3/4 ട്യൂബേ ഉള്ളൂ. 3/4 ട്യൂബ് ഇട്ട് ആണ് അതിൻ്റെ ഇതൊക്കെ അടിക്കുന്നത്. പിന്നെ ക്രോസ് പിന്നെ മറ്റേ കട്ട് ചെയ്തതിൻ്റെയൊക്കെ പീസ് 3/4-ക്ക് 1.5 കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ക്രോസ് അടിച്ചു. അപ്പോൾ അതിൻ്റെ ബാലൻസ് പിന്നെ ഇത് വെച്ച് അടിക്കാൻ മുകളിലൊരു പീസ് കൂടെ കട്ട് ചെയ്ത് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കട്ട് ചെയ്ത് വെക്കാമെന്ന് കരുതി പിന്നെ ഒരു 3/4 പീസ് കിട്ടി. അത് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ ഒരു 3/4 പീസ് വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അത് കട്ട് ചെയ്ത് അവിടെയും വെച്ചു. ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ താഴെപ്പുറത്തൊരു തോടാണ്. തോടെന്ന് പറയുമ്പം ഈ വെള്ളമൊക്കെ അങ്ങനത്തെ തോടും അരുവി പോലെ സെറ്റപ്പാണ്. അപ്പം വൈകിട്ട് നേരത്തെയൊക്കെ ഞങ്ങൾ വീട് പണി സമയത്തൊക്കെ അവിടെ ആയിരുന്നു കുളിക്കുന്നത്. ഇപ്പം അവിടെ വെള്ളമുണ്ട്, പക്ഷേ അവിടെ കാട് കയറി കിടക്കും. ഇപ്പം നമുക്ക് വെള്ളം അവിടെ കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നേരത്തെ നമ്മളപ്പോൾ ഒരു പൈപ്പിനകത്തുള്ള വെള്ളം ഇങ്ങനെ തപ്പോട്ട് പോകുമായിരുന്നു. അപ്പോൾ അതിനകത്ത് കനാൽ വഴി അങ്ങോട്ട് വരുന്ന വെള്ളം ഇങ്ങനെ ഉറവയായിട്ട് വന്നിട്ട് ലീക്കായി ഉറവയായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നതാണ്. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചായക്കുള്ള ടൈമായി. അപ്പം വീട്ടുകാർ ഞങ്ങൾക്ക് ചായ കൊണ്ടൊക്കെ വന്നു. അവിടെ അച്ഛനും അമ്മയും കൂടെ ഞങ്ങൾക്ക് ചായ കൊണ്ട് തന്നു. അപ്പം അവർ പറഞ്ഞാൽ പണി നിർത്തി ചായ കുടിച്ചിട്ട് പണിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ചായ കൊണ്ട് താഴെ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഈ ഒരു പീസ് കൂടെ വെച്ചിട്ട് താഴെ വരുന്നു എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പണിഞ്ഞോണ്ടിരിക്കുക. അപ്പോൾ അവർ വീണ്ടും താഴെ നിന്നിട്ട് അവിടുത്തെ അപ്പച്ചൻ വന്നിട്ട് ഈടെ പണിയൊക്കെ മതിയിടും, വലിയ ചായ കുടിച്ചിട്ട് പണിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് വലിയച്ഛനവിടെ ഞങ്ങളെ കളിയാക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ താപ്പോട്ട് ഇതിൻ്റെയൊക്കെ കുറച്ച് അടയ്ക്കാനുണ്ടായിരുന്നു. അപ്പം കുറച്ചൊക്കെ അടയ്ക്കാനുള്ളതൊക്കെ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അടച്ച് താപ്പോട്ട് താഴെ ഒരു 6-7 പീസ് അടയ്ക്കാനുണ്ട്. അവിടെയൊക്കെ നല്ല ഹോളുണ്ട്. ഹോളൊക്കെ ഒന്ന് അടച്ച് സെറ്റാക്കി ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. കാരണം നമ്മൾ പിടിച്ചിറങ്ങി വരുമ്പോഴത്തേന് അതിൻ്റെ മുനപ്പൊന്നും കൊണ്ട് നമ്മുടെ തുണികളൊന്നും കയറാൻ പാടില്ല, കൈ മുറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് അടച്ചിട്ട് നല്ലൊരു വൃത്തിയായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ വലിയച്ഛൻ അവിടെ നോക്കി തന്നെ നിൽക്കുമോ, ഞങ്ങളുടെ പണികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക. വലിയച്ഛൻ പഴയൊരു മേശിരിയാണ്. പുള്ളി വർക്കുകളൊക്കെ എടുത്ത് ചെയ്ത ഒരു മേശിരിയാണ് പണ്ട്. ഇപ്പോൾ പ്രായമായതുകൊണ്ട് ഇപ്പോൾ പണിയൊന്നും ചെയ്യാൻ വയ്യ. അപ്പം ഇവിടുത്തെ അമ്മച്ചിയും ഒക്കെ നോക്കിക്കൊണ്ട് പുള്ളി ഇവിടെ ചെയ്തിപ്പാണ്. അപ്പോൾ വർക്കുകളൊക്കെ നടക്കുമ്പോൾ പുള്ളി വന്ന് നോക്കി നിൽക്കും. പുള്ളി ഭയങ്കര ശ്രദ്ധയോടെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് താഴെ കൂടെ 2 പീസ് അടയ്ക്കാനുണ്ട്. അപ്പോൾ അടയ്ക്കാൻ വന്നതാണ്. അതൊക്കെ അടച്ച് അപ്പം അപ്പച്ചനെ ഇടയ്ക്കൂടെ പറഞ്ഞു, നിങ്ങൾ പണി നിർത്തി പോകാറായില്ലയോ? ഞങ്ങളൊക്കെ പണിയുമ്പോൾ 5 മണിയാകുമ്പോൾ ഞങ്ങൾ കയറിപ്പോവും, നിങ്ങൾ എന്താ താമസിക്കുന്നതൊക്കെ പൊക്കോ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിപ്പം ഞങ്ങളുടെ വർക്കുകളൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ അടച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ പോവുകയാണ്. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. താങ്ക് യു.